നന്മയുടെയും സമൃദ്ധിയുടെയും പ്രകാശഗോപുരവുമായി വീണ്ടും ഒരു വിഷുക്കാലം കൂടി വന്നെത്തുകയാണ്. 2026 ഏപ്രിൽ മാസം മേടപ്പൊന്നിൻ തിളക്കവുമായി എത്തുമ്പോൾ മലയാളിയുടെ മനസ്സ് നിറയെ കണിക്കൊന്നയുടെ മഞ്ഞപ്പട്ടൊടുത്ത പ്രകൃതിയും വിഷുക്കൈനീട്ടത്തിന്റെ സ്നേഹസ്പർശവുമാണ്. കാലചക്രം ഒരു വട്ടം കൂടി തിരിയുമ്പോൾ നക്ഷത്ര ലോകത്തെ കരുത്തരായ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു എന്ത് സന്ദേശമാണ് നൽകുന്നത്? സൂര്യന്റെ പ്രഭ ഏറ്റുവാങ്ങിയ നക്ഷത്രമാണ് ഉത്രം. നേതൃപാടവവും ആത്മവിശ്വാസവും സഹജീവികളോടുള്ള കരുണയും മുഖമുദ്രയാക്കിയ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ വർഷത്തെ വിഷുബലം കേവലം ഒരു പ്രവചനമല്ല, മറിച്ച് ജീവിതത്തിന്റെ പുതിയൊരു ദിശയിലേക്കുള്ള വഴികാട്ടിയാണ്. നഷ്ടപ്പെട്ടവ തിരികെ ലഭിക്കുമോ? കഠിനാധ്വാനത്തിന് അർഹമായ പ്രതിഫലം ലഭിക്കുമോ? കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുമോ? എന്നിങ്ങനെ അനേകം ചോദ്യങ്ങൾ ഓരോ ഉത്രം നക്ഷത്രക്കാരന്റെയും മനസ്സിലുണ്ടാകും. 2026 ഈ വിഷുപ്പുലരി നിങ്ങളെ വരവേൽക്കുന്നത് സമ്മിശ്രമായ മാറ്റങ്ങളുമായാണ്. ചിലയിടങ്ങളിൽ ക്ഷമയുടെ പരീക്ഷണമെങ്കിൽ മറ്റു ചിലയിടങ്ങളിൽ ആനന്ദത്തിന്റെ അതിശയങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. ഈ വർഷത്തെ നക്ഷത്രഫലം പരിശോധിക്കുമ്പോൾ ഗ്രഹനിലകളുടെ സങ്കീർണതകളിലേക്ക് കടക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളായ തൊഴിൽ, സാമ്പത്തികം, കുടുംബം, ആത്മീയത എന്നിവയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് വിശദമായി അറിയേണ്ടതുണ്ട്. ഒരു വിത്ത് പാകിയാൽ അത് മുളച്ചു വരാൻ പാകത്തിന് മണ്ണും വെളിച്ചവും ഒരുക്കുന്നത് പോലെ വരാനിരിക്കുന്ന കാലത്തെ പോസിറ്റീവായി നേരിടാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ പ്രവചനത്തിന്റെ ലക്ഷ്യം. ഉത്രം നക്ഷത്രക്കാർക്ക് സൂര്യദേവന്റെ തേജസ് ഉണ്ട്. ആ തേജസ് 2026 നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയെ എങ്ങനെ സ്വാധീനിക്കും? പതറിക്കിടന്ന തൊഴിൽ മേഖലയിൽ പുതിയ വെളിച്ചം വീശുമോ? ദാമ്പത്യ ജീവിതത്തിലെ മഞ്ഞുരുകലുകൾ എപ്പോഴുണ്ടാകും? ഇത്തരം കാര്യങ്ങൾ സമഗ്രമായി വിശകലനം ചെയ്യുന്ന ഈ വിഷുബലം വരാനിരിക്കുന്ന കാലത്തെ കൂടുതൽ കരുതലോടും ആത്മവിശ്വാസത്തോടെയും നേരിടാൻ നിങ്ങളെ സഹായിക്കും. കണിക്കൊന്നയുടെ സ്വർണ്ണവർണ്ണവും കൈനീട്ടത്തിന്റെ ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്രകാരം പ്രതിഫലിക്കുമെന്ന് നോക്കാം. ഉത്രം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ ഏടുകളിലും 2026 വിഷു എന്ത് വിസ്മയമാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. 2026 വിഷു മുതൽ ഉത്രം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. ഈ വർഷം ധനലഭ്യത ഉണ്ടാവുമെങ്കിലും അനാവശ്യ ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കും. കുടുംബസ്വത്ത് സംബന്ധമായ തർക്കങ്ങൾ പരിഹരിക്കപ്പെടുകയും അതിലൂടെ ധനലഭ്യത ഉണ്ടാവുകയും ചെയ്യും. ലോട്ടറി, ഷെയർ മാർക്കറ്റ് തുടങ്ങിയ ഭാഗ്യപരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് വർഷത്തിന്റെ പകുതിയോടെ അനുകൂല ഫലങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. എങ്കിലും വലിയ തുകകൾ ഇത്തരം കാര്യങ്ങളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കണം. വീട് നവീകരണം, വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്കായി പണം ചെലവാകും. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ വേണ്ടി ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഈ വർഷം ഒഴിവാക്കേണ്ടതാണ്. കൊടുത്ത പണം തിരികെ ലഭിക്കാൻ പ്രയാസമായിരിക്കും. ഭൂമിയിലോ സ്വർണത്തിലോ ഉള്ള നിക്ഷേപം ഭാവിയിൽ ഗുണം ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സമ്പാദ്യ പദ്ധതികളിൽ ചേരാൻ അനുകൂല സമയമാണ്. ഉദ്യോഗസ്ഥർക്കും ബിസിനസ് ചെയ്യുന്നവർക്കും ഒരേപോലെ വെല്ലുവിളികൾ നിറഞ്ഞ വർഷമായിരിക്കും 2026. എങ്കിലും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹമായ ബലം ലഭിക്കും. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരിൽ നിന്നുള്ള മത്സരങ്ങൾ വർദ്ധിക്കും. നിങ്ങളുടെ ക്രെഡിറ്റുകൾ മറ്റുള്ളവർ തട്ടിയെടുക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ മേലുദ്യോഗസ്ഥരുടെ വിശ്വാസം പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കും. വർഷത്തിന്റെ മധ്യത്തോടെ സ്ഥാനക്കയറ്റത്തിനോ ശമ്പള വർധനവിനോ സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ വർഷം അനുകൂലമായ വാർത്തകൾ കേൾക്കാം. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ വിഷുവിന് ശേഷം കുറച്ചു മാസങ്ങൾ കൂടി കാത്തിരിക്കുന്നത് നന്നായിരിക്കും. പങ്കാളിത്ത കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർ വിശ്വസ്തത ഉറപ്പുവരുത്തണം. കൃഷി, നിർമ്മാണ മേഖല, യന്ത്രോപകരണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ലാഭം വർദ്ധിക്കും. ദീർഘകാലമായി ജോലി കാത്തിരുന്ന ഉത്രം നക്ഷത്രക്കാർക്ക് 2026 സെപ്റ്റംബറിന് ശേഷം അനുയോജ്യമായ തൊഴിൽ ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കഠിന പ്രയത്നം ആവശ്യമാണ്. ദമ്പതികൾക്കിടയിൽ ചെറിയ കാരണങ്ങൾ കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ വർഷം വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ മിതത്വം പാലിക്കുക. പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ വേണം. എങ്കിലും പരസ്പര വിശ്വാസത്തിലൂടെ പ്രതിസന്ധികളെ മറികടക്കാൻ സാധിക്കും. പ്രണയിക്കുന്നവർക്ക് വിവാഹകാര്യത്തിൽ തീരുമാനമാകും. വീട്ടുകാരുടെ എതിർപ്പുകൾ കുറയാൻ ഈ കാലയളവ് സഹായിക്കും. മാതാപിതാക്കളുടെ അനുഗ്രഹം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകും. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിലോ വിവാഹ കാര്യത്തിലോ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ നീങ്ങും. അകന്നു കഴിഞ്ഞിരുന്ന ബന്ധുക്കൾ തിരിച്ചു വരാനും കുടുംബത്തിൽ ഐക്യമുണ്ടാകാനും സാധ്യതയുണ്ട്. വിദേശത്തുള്ള ബന്ധുക്കളിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. ഉത്രം നക്ഷത്രക്കാർ സ്വതവേ ഈശ്വര വിശ്വാസികളാണ്. ഈ വർഷം നിങ്ങളുടെ ആത്മീയ ചിന്തകൾ വർദ്ധിക്കും. തൊഴിലിലെ സമ്മർദ്ദം കാരണം ഇടയ്ക്ക് മാനസികമായ തളർച്ച അനുഭവപ്പെട്ടേക്കാം. ഇത് മറികടക്കാൻ ധ്യാനം, യോഗ എന്നിവ ശീലിക്കുന്നത് നല്ലതാണ്. ദീർഘദൂര തീർത്ഥയാത്രകൾക്ക് ഈ വർഷം അവസരം ലഭിക്കും. പുണ്യനദികളിൽ സ്നാനം ചെയ്യാനും പ്രമുഖ ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും സാധിക്കും. ഇത് നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് ഈ വർഷം കൂടുതൽ പ്രകടമാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വഴി സമൂഹത്തിൽ ആദരവ് ലഭിക്കും.
ആരോഗ്യകാര്യത്തിൽ അല്പം ജാഗ്രത പാലിക്കേണ്ട വർഷമാണിത്. ഉദര സംബന്ധമായ അസുഖങ്ങൾ, നടുവേദന, അസ്ഥി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കൃത്യമായ വ്യായാമവും ഭക്ഷണക്രമവും പാലിക്കുക. സൂര്യപ്രകാശം ഏൽക്കുന്നത് ഉത്രം നക്ഷത്രക്കാർക്ക് ഉന്മേഷം നൽകും. യാത്രകളിൽ അതീവ ശ്രദ്ധ പുലർത്തുക, പ്രത്യേകിച്ച് രാത്രികാല യാത്രകളിൽ. വിദ്യാർത്ഥികൾക്ക് ഈ വർഷം മികച്ച ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഉയർന്ന മാർക്കോടെ പരീക്ഷകൾ വിജയിക്കാൻ സാധിക്കും. സാങ്കേതിക വിദ്യാഭ്യാസ മേഖലകളിലുള്ളവർക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്കും പുതിയ കണ്ടെത്തലുകൾ നടത്താൻ സാധിക്കും. വിദേശ പഠനത്തിന് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. വിഷുക്കണി ദർശിക്കുന്നത് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു ഊർജം അനുഭവപ്പെടും. പൊതുപ്രവർത്തന രംഗത്തുള്ളവർക്ക് ജനസമ്മതി വർദ്ധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ തേടിയെത്തും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 2026 ഒക്ടോബർ മാസത്തിന് ശേഷം അതിനുള്ള യോഗമുണ്ട്. ഭൂമി ഇടപാടുകളിൽ വലിയ ലാഭം പ്രതീക്ഷിക്കാം. മേടം മുതൽ മിഥുനം വരെയുള്ള കാലഘട്ടം പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്യും. സാമ്പത്തികമായി മെച്ചപ്പെട്ട സമയമാണ്. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. കർക്കടകം മുതൽ കന്നി വരെ ജോലിയിൽ അല്പം സമ്മർദ്ദം അനുഭവപ്പെടാം. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക. തുലാം മുതൽ ധനു വരെ നേട്ടങ്ങളുടെ കാലമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും. സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാം. മകരം മുതൽ മീനം വരെ അടുത്ത വർഷത്തേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തും. മാനസികമായി ഏറെ സന്തോഷം അനുഭവപ്പെടുന്ന കാലയളവാണിത്. ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് സൂര്യനെ തൊഴുത് ആദിത്യ ഹൃദയം ജപിക്കുന്നത് ഉദ്യോഗത്തിലും ആരോഗ്യത്തിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഞായറാഴ്ചകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര, പിൻവിളക്ക് എന്നിവ വഴിപാടായി കഴിപ്പിക്കുക. പാവപ്പെട്ടവർക്ക് വസ്ത്രമോ ഭക്ഷണമോ നൽകുന്നത് ദോഷകാഠിന്യം കുറയ്ക്കും. ചിങ്ങം രാശി ധനു നവാംശത്തിൽ ഉൾപ്പെട്ട 1-ാം പാദക്കാർക്ക് ഇവർ ഭാഗ്യശാലികളായിരിക്കും. ആത്മീയതയും ജ്ഞാനവും ഇവരിൽ കൂടുതലായിരിക്കും. കരിയറിൽ വലിയ ഉയരങ്ങളിലെത്തും. കന്നിരാശിയിൽ ഉൾപ്പെട്ട മകരം നവാംശത്തിലെ 2-ാം പാദക്കാർ കഠിനാധ്വാനികളാണ്. പ്രായോഗിക ബുദ്ധി കൂടുതലായിരിക്കും. സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. കന്നിരാശിയിൽ ഉൾപ്പെട്ട കുംഭം നവാംശത്തിലെ 3-ാം പാദക്കാർ ബുദ്ധിജീവികളാണ്. ഗവേഷണം, ശാസ്ത്രം എന്നിവയിൽ താല്പര്യമുണ്ടാകും. പലപ്പോഴും വിചിത്രമായ ചിന്താഗതിക്കാരായിരിക്കും ഇവർ. കന്നിരാശിയിൽ ഉൾപ്പെട്ട മീനം നവാംശത്തിലെ 4-ാം പാദക്കാർ ഭാവനാ ലോകത്ത് ജീവിക്കുന്നവരായിരിക്കും. കല, സംഗീതം, എഴുത്ത് എന്നിവയിൽ തിളങ്ങും. സഹാനുഭൂതി കൂടുതലുള്ളവരായിരിക്കും ഇവർ. ഏതൊരു നക്ഷത്രത്തിനും എന്നതുപോലെ ഉത്രത്തിനും ചില കുറവുകളുണ്ട്. താൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന തോന്നൽ പലപ്പോഴും മറ്റുള്ളവരുമായുള്ള ബന്ധം വഷളാക്കും. ഒരിക്കൽ ഒരു തീരുമാനമെടുത്താൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും പിന്മാറാൻ ഇവർക്ക് മടിയാണ്. മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടുപിടിക്കാനും അവരെ വിമർശിക്കാനും ഇവർക്ക് പ്രത്യേക താല്പര്യമുണ്ട്. ഇത് സമൂഹത്തിൽ ഇവരെ ഒറ്റപ്പെടുത്തും. ചെറിയ കാര്യങ്ങളെക്കുറിച്ച് പോലും അമിതമായി ആകുലപ്പെടുന്നത് ഇവരുടെ ഉറക്കം നഷ്ടപ്പെടുത്തും. ഉത്രം നക്ഷത്രക്കാർക്ക് ദൈവാനുഗ്രഹം കൂടുതലാണ്. ഇവർ ഭൗതിക സുഖങ്ങൾ അനുഭവിക്കുമ്പോഴും ഉള്ളിൽ ഒരു തരം വൈരാഗ്യം സൂക്ഷിക്കുന്നവരാണ്. ആത്മീയ ഗുരുക്കന്മാരെ സേവിക്കാനും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ഇവർ ഇഷ്ടപ്പെടുന്നു. സൂര്യനെ ഉപാസിക്കുന്നത് ഇവർക്ക് ജീവിതത്തിൽ വലിയ ഐശ്വര്യം നൽകും. 2026 വിഷു ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുടെയും പാഠങ്ങളുടെയും വർഷമാണ്. ചിങ്ങക്കൂറുകാർക്ക് അല്പം കൂടുതൽ അധ്വാനിക്കേണ്ടി വരുമെങ്കിലും ബലം ഉറപ്പാണ്. കന്നിക്കൂറുകാർക്ക് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ക്ഷമയും ആത്മവിശ്വാസവുമാണ് നിങ്ങളുടെ കരുത്ത്. അത് കൈവിടാതെ മുന്നോട്ട് പോയാൽ ഈ വിഷുക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും. ഈശ്വര വിശ്വാസത്തോടെയും കഠിനാധ്വാനത്തോടെയും മുന്നേറുക.